ചാച്ചൻ ഒരു പിന്നെ ഒരു കുപ്പിയുമായിട്ടാ പപ്പായെ കാണാൻ വരുന്നത്. അതൊരു ബ്ലാക്ക് ലേബലായിട്ട്. ബ്ലാക്ക് ലേബലായിട്ട് രണ്ടാമത്തെ വരവിൽ ഞാൻ കയ്യിൽ ഫ്ലാറ്റ് ആയി. ഓക്കെ. അതല്ലേ ഈ സാറ് ഇപ്പൊ കൊറേ ഇപ്പൊ തമാശക്ക് പോലും കുറച്ച് റിലേഷൻ വെച്ചാൽ നമുക്ക് വേറെ ഒരാളുടെ ക്രഷും ഇൻഫാറ്റുവേഷൻ ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ചാക്കോയിൽ എന്താ കണ്ടത്? കാരണം ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ്, ഒരു ഇൻസ്റ്റാ ത്രൂ ആണ്, ആർക്കും അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അയ്യോ ആള് ജെന്യൂൻ ആണോ സത്യമാണോ, നമുക്ക് നേരിട്ട് തന്നെ ആൾക്കാരെ കാണുമ്പോ തന്നെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ചാക്കോനെ തന്നെ ഒരു പാർട്ട്ണർ ആക്കിയാ കൊള്ളാം? ശരിക്കും ഞങ്ങള് റിലേഷൻഷിപ്പ് ആവുന്നതിന്റെ മുമ്പേ ഈ ഞങ്ങൾ പപ്പായെ പോയി കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ കോണ്ടാക്ട് തന്നെ വെച്ചു. പക്ഷേ റിലേഷൻഷിപ്പ് അങ്ങനെ അങ്ങോട്ട് ആയില്ല. അപ്പം എന്റെ അമ്മച്ചിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ. അപ്പം ആള് വന്ന് വീട്ടിൽ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആയി. കുറച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ച ആളെ അടുത്തെറിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പ്രേമിച്ച ഒരാൾക്കും എന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഇപ്പൊ പൊതുവെ ആമ്പിള്ളേർക്ക് കുറച്ച് ഒതുങ്ങി നടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ കൂടുതൽ ഇഷ്ടം. എനിക്ക് പക്ഷെ അത്ര അങ്ങോട്ട് അഭിനയിക്കാൻ അറിയത്തില്ല. എനിക്കെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ജിൽ അങ്ങനത്തെ ഒരു മൈൻഡാ. അപ്പൊ ചാച്ചൻ അതുമായിട്ടൊക്കെ ഭയങ്കര ഓക്കെ ആയെന്നുള്ളത് എനിക്കൊരു ഫീല് വന്നു. അതായത് എന്നെ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ തടഞ്ഞു നിർത്തുന്നില്ല, ഇങ്ങനെ ചാടല്ലേ അങ്ങനെ ചാടല്ലേ അങ്ങനെ. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒതുങ്ങിയല്ല നടക്കുന്നത്, എനിക്കിങ്ങനെ ചാടി ചാടി അങ്ങനെ അങ്ങനെ നടക്കണം. അപ്പം ഈ ചാച്ചനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്നും നടക്കാൻ എനിക്ക് അറിയത്തില്ല.